നീറ്റ് യുജി പരീക്ഷ ഘട്ടങ്ങളായി നടത്തണമെന്ന് പാർലമെന്ററി സമിതിയുടെ ശുപാർശ. പരീക്ഷ ഓൺലൈൻ രീതിയിലേക്ക് മാറ്റുന്നതിൽ സമിതി ആശങ്ക പ്രകടിപ്പിച്ചു. മുകുൾ വാസ്നിക് അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അപ്രായോഗികം എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലപാട്. രാജ്യത്ത് നീറ്റ് യുജി പുനഃപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. PR അരവിന്ദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഈ ഘട്ടം ഘട്ടമായി പരീക്ഷ നടത്താനുള്ള ശുപാർശ അപ്പോൾ നടപ്പിലാക്കില്ലെന്നാണോ? കഴിഞ്ഞ ദിവസമാണ് ദേശീയ പ്രവേശന പരീക്ഷയുടെ നടത്തിപ്പും അതോടൊപ്പം തന്നെ NTA പരിഷ്കരണം അവലോകനം ചെയ്യാൻ വേണ്ടി കൃത്യമായി തന്നെ പാർലമെന്ററി സമിതി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് കൃത്യമായ ശുപാർശകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് പ്രധാനമായും നീറ്റ് പരീക്ഷ അത് ഘട്ടം ഘട്ടമായി നടത്തണമെന്നതാണ് പാർലമെന്ററി സമിതി ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളായി പരീക്ഷ നടത്തിയാൽ ഈ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം എന്നതാണ് പാർലമെന്ററി സമിതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പരീക്ഷ ഓൺലൈൻ രീതിയിലേക്ക് മാറ്റുന്നതിനും സമിതി ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഗ്രാമീണ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് തുല്യത ഉറപ്പാക്കണമെന്നതാണ് പാർലമെന്ററി സമിതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം ഈ ശുപാർശ പൂർണ്ണമായും NTA ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഓൺലൈൻ രീതിയിലേക്ക് മാറുമ്പോൾ അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയടക്കം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നതും NTA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ രാധാകൃഷ്ണൻ സമിതിയും ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ കഴിഞ്ഞ ദിവസം ഈ പാർലമെന്ററി സമിതിയിൽ മുന്നോട്ട് വച്ചിരുന്നു. NTA ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതിനു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് രാധാകൃഷ്ണൻ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പൊതുപ്രവേശന പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചകൾ ഒഴിവാക്കാൻ രാജ്യാന്തര മാതൃകകൾ പിന്തുടരണമെന്നതാണ്. അത് വിദേശ രാജ്യത്തിലേക്ക് പോകുമ്പോൾ പ്രവേശന പരീക്ഷ നടത്തുന്ന മാതൃകയിലേക്ക് ഈ നീറ്റ് അടക്കമുള്ള പരീക്ഷകൾ മാറ്റണമെന്നും രാധാകൃഷ്ണൻ സമിതി ശുപാർശ ചെയ്യുന്നു. ഇതുകൂടാതെ തന്നെ എല്ലാ പരീക്ഷയും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കണമെന്നതാണ് രാധാകൃഷ്ണൻ സമിതി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു തീരുമാനമെടുക്കും എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നീറ്റ് യുജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കാരണം നീറ്റ് യുജി പരീക്ഷ ആദ്യഘട്ടത്തിൽ എഴുതിയത് 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ്. പക്ഷേ പുനഃപരീക്ഷ നടത്തിയപ്പോൾ 20 ലക്ഷം വിദ്യാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതാൻ എത്തിയത് എന്നതാണ് NTAയുടെ ഒരു പ്രാഥമിക കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ 9% വിദ്യാർത്ഥികൾ പുനഃപരീക്ഷയ്ക്ക് എത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്കുണ്ടായ മാനസിക സംഘർഷമടക്കം ഇതിന് കാരണമായെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം മറ്റ് പ്രവേശന പരീക്ഷകളിലൂടെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയെന്നൊരു വാദമാണ് NTA വൃത്തങ്ങളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.